ICC 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കളിച്ച ടീമുകളാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ടിക്കറ്റിനായി ഇന്ത്യയും ഓസ്ട്രേലിയയും നേർക്കുനേർ പോരാടുകയാണ്. ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന 5 മത്സര ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ഫലം അനുസരിച്ചായിരിക്കും ഇന്ത്യ ഫൈനൽ കളിക്കുമോ എന്നത് വ്യക്തമാവുക. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകളാണ് ട്രോഫിക്കായി ഫൈനലിൽ മത്സരിക്കുക. കഴിഞ്ഞ 2 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകളിലും ഇന്ത്യ കളിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ട്രോഫിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ആദ്യ തവണ ന്യൂസിലൻഡിനോടും 2ാം തവണ ഓസ്ട്രേലിയയോടും ഫൈനലിൽ പരാജയപ്പെടാനായിരുന്നു ഇന്ത്യയുടെ വിധി. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി 5 മത്സര ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ്. 2 തവണ റണ്ണേഴ്സ് അപ്പായ ഇന്ത്യക്ക് നിലവിലെ സാഹചര്യത്തിൽ മറ്റ് ടീമുകളുടെ മത്സരഫലങ്ങൾ ആശ്രയിക്കാതെ ഫൈനൽ കളിക്കണമെങ്കിൽ ഓസ്ട്രേലിയക്കെതിരെ 4-0 അല്ലെങ്കിൽ 5-0 ജയം സ്വന്തമാക്കണം. ചുരുക്കത്തിൽ ഓസ്ട്രേലിയയെ അവരുടെ മണ്ണിൽ നിലംപരിശാക്കിയാൽ മാത്രമേ ഇന്ത്യക്ക് 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കളിക്കാൻ സാധിക്കൂ. അതത്ര എളുപ്പമല്ലെന്ന് ടീം ഇന്ത്യക്കും ആരാധകർക്കും ഒരുപോലെ അറിയാം. മറ്റ് ടീമുകളുടെ മത്സരഫലങ്ങളെ ആശ്രയിച്ച് ഫൈനലിലേക്ക് മുന്നേറാനുള്ള സാഹചര്യം ഇന്ത്യക്ക് ഒരുങ്ങുമോ എന്നതും കണ്ടറിയണം. ഓസ്ട്രേലിയക്കെതിരെ 4-1 ഇന്ത്യ ജയിക്കുന്നതെങ്കിൽ 2 സാഹചര്യങ്ങളിലൂടെ ഫൈനലിൽ പ്രവേശിക്കാനാകും. അതിന് ഒന്നുകിൽ ഇംഗ്ലണ്ട് ഒരു ടെസ്റ്റിൽ ന്യൂസിലൻഡിനോട് സമനിലയിൽ പിരിയണം, അതല്ലെങ്കിൽ പാകിസ്ഥാനോ ശ്രീലങ്കയോ ദക്ഷിണാഫ്രിക്കയുമായി സമനില നേടിയാലും ഇന്ത്യക്ക് ഓസ്ട്രേലിയക്കെതിരെ 4-1 ജയത്തോടെ ഫൈനലിൽ കളിക്കാൻ പറ്റും. ഇന്ത്യ 3-2 ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് ജയിക്കുന്നതെങ്കിൽ ഇനി പറയുന്ന 3 കാര്യങ്ങളിൽ 2 എണ്ണമെങ്കിലും സംഭവിക്കണം. 1. ഇംഗ്ലണ്ട് ന്യൂസിലൻഡിനെ ഒരു ടെസ്റ്റിൽ തോൽപ്പിക്കണം. 2. ശ്രീലങ്കയ്ക്കെതിരെ ഓസ്ട്രേലിയ ചുരുങ്ങിയത് ഒരു മത്സരത്തിൽ തോൽക്കണം. 3. പാകിസ്ഥാൻ ശ്രീലങ്ക ടീമുകൾക്കെതിരായ 4 മത്സരങ്ങളിൽ 2 എണ്ണത്തിൽ ദക്ഷിണാഫ്രിക്ക പരാജയപ്പെടണം. ഈ 3 കാര്യങ്ങളിൽ 2 എണ്ണമെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യക്ക് ഓസ്ട്രേലിയക്കെതിരെ 3-2 ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കളിക്കാം. ഇന്ത്യ 3-2 ഓസ്ട്രേലിയക്കെതിരെ പരാജയപ്പെട്ടാൽ ന്യൂസിലൻഡ് ചുരുങ്ങിയത് ഇംഗ്ലണ്ടിനെതിരെ 2 ടെസ്റ്റിൽ പരാജയപ്പെടണം. അതുപോലെ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയെ കീഴടക്കുകയും പാകിസ്ഥാനോട് 2 മത്സരത്തിലും പരാജയപ്പെടുകയും ചെയ്യണം. ഓസ്ട്രേലിയ ശ്രീലങ്കയ്ക്കെതിരെ ഒരു മത്സരത്തിൽ പോലും തോൽക്കുകയും അരുത്. പരമ്പര 2-2 സമനിലയിലാണെങ്കിൽ കാര്യങ്ങൾ ഇന്ത്യക്ക് ചെറിയ ആശ്വാസമാണ്. ശ്രീലങ്ക ന്യൂസിലൻഡ് ടീമുകൾ ശേഷിക്കുന്ന ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാൽ മാത്രം മതി. പക്ഷേ ഓസ്ട്രേലിയ ശ്രീലങ്കയോട് 2 മത്സരത്തിലും തോൽക്കണം എന്ന് മാത്രം. ഇനി ഇന്ത്യ 2-1 പരമ്പര സ്വന്തമാക്കിയാൽ ന്യൂസിലൻഡ് ഇംഗ്ലണ്ടിനോട് ചുരുങ്ങിയത് ഒരു മത്സരത്തിലെങ്കിലും തോൽക്കുകയോ 2ലും സമനില വഴങ്ങുകയോ ചെയ്താലും ഓസ്ട്രേലിയ ശ്രീലങ്കയ്ക്കെതിരെ 2 മത്സരത്തിലും തോൽക്കുകയും ചെയ്താൽ മതി. അതുപോലെ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 മത്സരത്തിലും പരാജയപ്പെടുകയും വേണം. ഇനി ഇന്ത്യ 1-0 പരമ്പര സ്വന്തമാക്കിയാൽ ഫൈനലിലേക്കുള്ള വഴി അടഞ്ഞു തന്നെ കിടക്കും.